ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. ഞാൻ വീണ്ടും ശംഖുമുഖത്ത് തന്നെ വന്നു. ഇതുണ്ടോ, കടപ്പുറത്തിരിക്കുകയാണ്. സൺസെറ്റൊക്കെ കണ്ടിട്ട് അന്ന് ഞാൻ സൺസെറ്റ് മാത്രമാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അന്ന് ഞാൻ നിങ്ങൾക്കൊരു ഹോട്ടൽ കാണിച്ചു തന്നായിരുന്നു, ഓൾഡ് കോഫി ഹൗസ്. ആ ഓൾഡ് കോഫി ഹൗസിലാണ് ഇപ്പോൾ ഞാനും ചികയും ഇരിക്കുന്നത്. വൈകുന്നേരത്തെ സൺസെറ്റും കണ്ട് എന്തെങ്കിലും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഓൾഡ് കോഫി ഹൗസ് എന്നാണ് പേര്. പണ്ട് ഇവിടെ മറ്റേ നമ്മളുടെ നോർമലായിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പുതിയ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തതിന് ശേഷം ഓൾഡ് കോഫി ഹൗസ് എന്ന പേരിലാണ് ഇതിപ്പോൾ റൺ ചെയ്യുന്നത്. മെനു കംപ്ലീറ്റ് ചേഞ്ചാണ്. നമ്മുടെ നോർമലായിട്ടുള്ള കോഫി ഹൗസിൻ്റെ ആ ഒരു മെനു അല്ല, വൈഡ് സ്പ്രെഡാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ മെനു ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പല ടൈപ്പ് ഉണ്ട്. അതായത് നമ്മളുടെ നോർമലായിട്ടുള്ള ഫുഡ്, അതുപോലെ കോണ്ടിനെൻ്റൽ, പിന്നെ പല ടൈപ്പ് സീ ഫുഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ സ്നാക്സ് ആണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കട്ട്ലറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കോഫി ഹൗസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലറ്റ് കഴിക്കണമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു കട്ട്ലറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ കട്ട്ലറ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ വേറെ 1-2 സ്നാക്സും കൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഡൊമിനിയോ ദീപക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിങ്ങനെ സൺസെറ്റ് ടൈമാണ്. ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ ഇവിടെ ശംഖുമുഖത്ത് വന്നത്. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശംഖുമുഖത്തിൻ്റെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് തന്നെയാണ്. പണ്ട് ഇവിടെയാണ് നമ്മളുടെ ഒറിജിനലായിട്ടുള്ള കോഫി ഹൗസ് ഉണ്ടായിരുന്നതും, പിന്നെ അതുപോലെ GV രാജ ഇൻഡോർ സ്റ്റേഡിയം. അപ്പം ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉള്ള ഒരു ബിൽഡിംഗ് തന്നെയാണിത്. ഇതെന്താണെങ്കിലും പുതിയ മാനേജ്മെൻറ്റ് ഇപ്പോൾ ഏറ്റെടുത്തിട്ട് ഓൾഡ് കോഫി ഹൗസ്, അവർ ആ പേര് കളഞ്ഞിട്ടില്ല, ആ ഒരു ടേം അവർ അതുപോലെ തന്നെ നിർത്തിയിട്ട് ഓൾഡ് കോഫി ഹൗസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ അവർ കുറേ റെനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഫി ഹൗസിൻ്റെ ഉണ്ടായിരുന്ന ടൈമിൽ ഉള്ളതുപോലെയല്ല. അവർ കുറേ നീറ്റായിട്ട് അത് കണ്ടോ, ഇതിവിടെ ഇങ്ങനെ ചെയർസ്, ടേബിൾസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കേറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർ സീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോഫി ഹൗസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു കട്ട്ലറ്റാണ് ഓർഡർ ചെയ്തത്, ചിക്കൻ കട്ട്ലറ്റ്. അപ്പോൾ ഇവരുടെ ചിക്കൻ കട്ട്ലറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിൽ ഒരു കട്ട്ലറ്റാണ്. പക്ഷേ നല്ല സൈസുള്ള ഒരു കട്ട്ലറ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നോർമൽ കോഫി ഹൗസിൽ കിട്ടുന്ന ആ ഒരു കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് അല്ല. പക്ഷേ ഇത് നല്ല കിഡിലൻ ടേസ്റ്റാണ്. നല്ല ചൂടായിട്ടാണ് കട്ട്ലറ്റ് അവർ സെർവ് ചെയ്തത്. എനിക്ക് ആകെ തോന്നിയ ഒരു കാര്യം, ഈ കട്ട്ലറ്റിൻ്റെ കൂടെ ഒരു ഒണിയൻ സാലഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കൂടെ സൂപ്പറായിരുന്നേനെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ബീച്ച് സൈഡിലിരുന്ന് ഇങ്ങനെ വൈകുന്നേരമേ ഈ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഒരു രസം തന്നെയല്ലേ. നമ്മൾ ആ തിരമാലകളുടെ സൗണ്ടും ഒക്കെ കേട്ട്, അതുപോലെ ചെറിയ കാറ്റും ഒക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. അപ്പം ഞാനിങ്ങനെ കട്ട്ലറ്റ് കഴിച്ച് തീരാറായപ്പോഴത്തേക്ക് അടുത്ത ഡിഷ് വന്നു കഴിഞ്ഞു. ഞങ്ങൾ എല്ലാം സ്നാക്സ് തന്നെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഈവനിങ് ടൈം ആയതുകൊണ്ട് നമ്മൾ കൂടുതലും സ്നാക്സ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വന്നേക്കുന്നത് പ്രോൺസ് ഫ്രൈ ആണ്. പ്രോൺസ് പെപ്പറിലിട്ട് ഫ്രൈ ചെയ്തേക്കുവാണെന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു പ്രിപ്പറേഷനാണ്. അപ്പം നമുക്കിനി പ്രോൺസ് ഒന്ന് കഴിച്ചു നോക്കാം. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്രോൺസിൻ്റെ പ്രിപ്പറേഷൻ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പെപ്പറും അതുപോലെ ജിഞ്ചർ, ഗാർലിക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ആ പ്രോൺസ് അങ്ങനെ ഓവർ കുക്ക്ഡായിട്ടല്ല അവർ ചെയ്തേക്കുന്നത്, അങ്ങ് ഡീപ്പായിട്ട് കുക്ക് ചെയ്തല്ല ചെയ്തേക്കുന്നത്. ഈ പ്രോൺസ് ഫ്രൈ ചെയ്യുമ്പോഴേ അതങ്ങ് ഡീപ്പ് ഫ്രൈ ആവാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ടോട്ടൽ ടേസ്റ്റിലും അതിൻ്റെ ആ ഒരു ടെക്സ്ചറിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഫീൽ ചെയ്യും. അത് സോഫ്റ്റ് ആയിരിക്കണം. നമ്മൾ പ്രോൺസ് കഴിക്കുമ്പോൾ അത് സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് ഡീപ്പ് ഫ്രൈ ആവാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് പേഴ്സണലി എനിക്കതാണ് ഇഷ്ടം. അപ്പം ഞങ്ങളിങ്ങനെ പ്രോൺസൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നേരമൊക്കെ ഇരുട്ടി തുടങ്ങി. അപ്പം ബീച്ച് സൈഡിൽ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. കോഫി ഹൗസിൽ സ്ഥിരമായിട്ട് പോകുന്നുള്ള ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ഡിഷാണിത്, ബീഫ് ഓംലെറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് കോഫി ഹൗസിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത്, ഈ ബീഫ് ഓംലെറ്റ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്കിത് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും അല്ല. ഇത് സംഭവം ഓംലെറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവർ ബീഫ് സ്റ്റഫ് ചെയ്യും. ബീഫ് മറ്റേ കട്ട്ലറ്റിൻ്റെ ഒക്കെ എടുക്കുന്ന പോലെ കീമ എടുത്തിട്ട് അത് ഓംലെറ്റിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് തരും. അതാണ് ഈ ബീഫ് ഓംലെറ്റ്. ഇതുപോലെ ചിക്കൻ ഓംലെറ്റും ഉണ്ട്, മട്ടൺ ഓംലെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബീഫ് ഓംലെറ്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോഫി ഹൗസിൽ കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം ഇത് കുറച്ചും കൂടെ നല്ല ആ മസാലയൊക്കെ കുറേ കൂടെ നല്ലതാണ്. കോഫി ഹൗസിൽ കിട്ടുന്നതിന് നമുക്ക് ഇത്രയും ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. പിന്നെ ആ ഒരു ഡിഷ് ഒരു വികാരമാണ്, ഈ ബീഫ് ഓംലെറ്റ് കോഫി ഹൗസിൽ വന്ന് കഴിക്കുക എന്ന് പറയുന്നത്. അത് തന്നെയാണ് എനിക്ക് ഇവിടെ ഇരുന്ന് ഇത് കഴിച്ചപ്പോഴും എനിക്ക് ആ ഒരു ഫീൽ ചെയ്തത്. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തതേ ബാർബിക്യൂ ചിക്കൻ വിങ്സ് ആണ്. ഇത് ബാർബിക്യൂ സോസിലൊക്കെ ഇട്ട് ചെയ്തേക്കുന്നതാണ് പറഞ്ഞത്. ബാർബിക്യൂ സോസും അതുപോലെ ഹണിയൊക്കെ ആഡ് ചെയ്താണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്.
ഇതെങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. കുറച്ച് സ്വീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് സ്പൈസിനെസ്, ഓവർ സ്പൈസി അല്ല, പക്ഷേ ചെറുതായിട്ട് ഒരു എരിവൊക്കെ കിട്ടുന്നുണ്ട്, കുറച്ച് മധുരമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ആകെ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീറ്റ് കുറച്ച് ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങളിങ്ങനെ ഓരോ ഡിഷായിട്ട് ഇങ്ങനെ പതുക്കെ ഓർഡർ ചെയ്ത് ഈ ബീച്ച് സൈഡിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരുന്ന് പതുക്കെ ഓരോ ഡിഷസായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിഷും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇതൊരു കോണ്ടിനെൻ്റൽ ഐറ്റമാണ്, ഗ്രിൽഡ് ഫിഷ്. അതിനകത്ത് പിന്നെ പെപ്പർ സോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രിൽഡ് ഫിഷാണ്, നെയ്മീനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ അവർ കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ സ്റ്റീംഡ് റൈസ് എല്ലാം കൂടെ തന്നിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് പൊളി കേട്ടോ, സൂപ്പർ, നല്ല മുരുമരാന്നിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ നമുക്ക് ആ ഫിഷ് എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം. പെപ്പറിലൊക്കെ ഇട്ട് ഗ്രില്ല് ചെയ്തേക്കുന്ന നെയ്മീനാണ്. കൊള്ളാം കേട്ടോ, അതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ചൂടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ചൂടായിട്ട് തന്നെ നമ്മൾ കഴിക്കണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ആ ഒരു റൈസും പിന്നെ ബോയിൽഡ് വെജിറ്റബിളും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം കൂടെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ സ്റ്റഫ്ഡ് ആവുന്നുണ്ട്. അപ്പം ശിഖ ഒരു വാട്ടർമെലൺ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ജ്യൂസും കൂടെ കുടിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഒരു കൊമ്പൂച്ചയാണ് ഓർഡർ ചെയ്തത്, സ്ട്രോബെറി ഫ്ലേവേർഡ് കൊമ്പൂച്ചയാണ് ഓർഡർ ചെയ്തത്. കൊമ്പൂച്ച എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ, അതൊരു ഫെർമെൻറ്റഡ് ഡ്രിങ്കാണ്, നമ്മളുടെ ഗ്രീൻ ടീ മാതിരിയുള്ള, അത് പല ഫ്ലേവേഴ്സിൽ കിട്ടും. അപ്പോൾ ഇത് ഫെർമെൻറ്റഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ ഈ ഓൾഡ് കോഫി ഹൗസിൽ വന്നിട്ടേ നമ്മളൊരു കോഫി കുടിക്കാതെ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ അത് കാരണം അവസാനമായിട്ട് ഞാൻ ഒരു കോഫിയും കൂടെ വാങ്ങിച്ചങ്ങ് കുടിച്ചു. അപ്പോൾ സൺസെറ്റും കണ്ടു, കുറച്ച് സ്നാക്സും വാങ്ങിച്ച് കഴിച്ചു, ഒരു ചൂട് കോഫിയും കുടിച്ചു. കോഫി ഹൗസിൽ നിന്നും ഒരു ചൂട് കോഫി. ഇത് ഓൾഡ് കോഫി ഹൗസാണ്, ഇവിടുത്തെ ഒരു കോഫിയും കുടിച്ചു. ഫുഡെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം ഒരു വെറൈറ്റി ടേസ്റ്റാണ്, നമ്മൾ നോർമലി കഴിക്കുന്ന പോലത്തെ ഉള്ള ആ ടേസ്റ്റ് ഒന്നും അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, നമുക്ക് ഇഷ്ടപ്പെടും ആ രീതിയിലാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു കടൽക്കാറ്റും കൊണ്ടുകൊണ്ട് നമുക്കിരുന്ന് വൈകുന്നേരങ്ങളിലിരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് അതൊരു ത്രില്ലാണ്. കുറച്ച് നേരമായി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് വെറുതെ ഇങ്ങനെ ഈ തിരമാലയുടെ സൗണ്ടും ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഹോട്ടൽ ഞങ്ങൾ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ലീഷർലി ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.